ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഫ്രാൻസ് കസ്റ്റംസ്. അപ്പോൾ ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ ഞാൻ എന്താ പറയുക, ഇതേമാതിരി ഇങ്ങനെ എപ്പോഴേലൊക്കെ വീഡിയോ ചെയ്യും, എന്നിട്ട് ബിഫോർ എക്സ്പ്ലനേഷൻ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തരലുണ്ട്. ഇപ്രാവശ്യം ആ പരിപാടി ഞാൻ നിർത്തിയിട്ടുണ്ട് ഗൈസ്. കാരണം എക്സ്പ്ലനേഷൻ ഞാൻ തന്ന് മടുത്തുകയാണ്. കാരണം ഞാൻ ഒന്ന് പറയും, രണ്ടാമത്തേൽ എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കും ചടയ്ക്കും, പറയണ എനിക്കും നല്ലൊരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആ പറച്ചിൽ ഞാൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാനാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യത്തിലോട്ടേക്ക് ഞാൻ വരാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ വണ്ടിയെ പരിചയപ്പെടുത്തി തരാം. ഈ വണ്ടി ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസായിരുന്നു. നമ്മൾ മൊത്തത്തിൽ ടോട്ടൽ മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ വണ്ടി അങ്ങനെ പുറത്തിറക്കിയാണ്ട് റീലിട്ട് കണ്ടൊന്നും കളിപ്പിച്ചിട്ടില്ല. ഇപ്പം ഞാൻ നിലവിൽ M5 ആയിട്ടാണ് നടക്കൽ. ഇതെടുക്കലൊക്കെ കുറവാണ്. ഇത് കൂടുതൽ സമയം ഇവിടെയാണ് കിടക്കാറ്. കാരണം ഷോ കാർ എന്നുള്ള നിലക്കാണ് ഞാനിത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇതും പിന്നൊരു F10 ഉണ്ട് ഗൈസ്. F10 നിങ്ങളാരും കണ്ടിട്ടില്ല, ഒരു മാസീവ് സ്പെക്കാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ വീഡിയോസ് കാണുന്ന ആളുകൾക്ക് നമ്മളെ ഗെയിമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് അറിയാമായിരിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് വണ്ടി അറിയാൻ ചാൻസ് ഇല്ല, കാരണം യൂണീക്ക് സ്പെക്കാണ് ഗൈസ്. അപ്പോൾ ഇതും അതുപോലൊരു യൂണീക്ക് തന്നെയാണ്. ഒരു കൊച്ചു രാജാവ് എന്നുള്ള നിലക്ക് ഇതിനും വിശേഷിപ്പിക്കാം. ഇത് നമ്മളത്ര മാസീവായിട്ട് തരംഗമായിട്ടൊന്നും നമ്മൾ ഉന്നയിച്ച് കൺസേൺ ചെയ്തിട്ടില്ല ഈ ഒരു വണ്ടി. അപ്പോൾ ഇതിൽ ഓൾറെഡി എൻജിൻ സൈഡിൽ ട്യൂൺ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സ്റ്റേജ് 3 ട്യൂൺ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. പോപ്സ് ആൻഡ് ബാക്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ അന്ന് പറഞ്ഞ പോലെ ഈ ഒരു സ്പോയിലർ ആയിരുന്നു. നമ്മൾ ഇതിൻ്റെ കസ്റ്റം ഹെഡ്ലൈറ്റ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം അതിൽ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന്, പിന്നെ കുറേ നാൾ വണ്ടി നിർത്തിയിട്ടപ്പോൾ വർക്ക് ചെയ്യാത്ത ഒരു അതിൽ DRL ചില ലൈറ്റ്സ് മിസ്സിങ് ഒക്കെ വന്നപ്പോൾ കാണാൻ ഒരു രസമില്ലായിരുന്നു. അപ്പോൾ ഞാനത് റീബിൽഡ് ചെയ്തിട്ട് ഞാനത് സെയിലാക്കി. ദെൻ ഫൈനൽ ലുക്കാണ് ഇപ്പോൾ ഇത്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് ഹെഡ്ലൈറ്റ് ആണ് കിടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ നേരത്തേൽ ബോഡി കിറ്റ് മാറ്റിയിട്ടുണ്ട്. TSIൻ്റെ കിറ്റിൽ കുറച്ച് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ എക്സ്ട്രാ ഒരു അടിയിലൊരു സ്പ്ലിറ്റർ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി മാസീവായിട്ടുള്ളൊരു ലുക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കസ്റ്റം ചെയ്തിട്ടുണ്ട് ബോഡി കിറ്റ്സ്. പിന്നെ കിറ്റിൽ നമ്മൾ DRL ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വണ്ടിയിൽ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്, കാരണം യൂട്യൂബ് വീഡിയോസ് ഞാൻ പ്രീവിയസ് ഞാനെടുത്ത് നോക്കിയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇത് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ അലോയ് വീൽസ് നമ്മൾ ഫസ്റ്റ് ടൈം ഈ വണ്ടി ഇറക്കിയ സമയത്ത് നമ്മൾ അലോയ് വീൽസ് ഈ ഒരു സെയിം അലോയ് വീൽസ് ആയിരുന്നു. കളറ് ഐ തിങ്ക് ഒരു ബ്രൗണിഷ് ടച്ച് ആയിരുന്നു, കോഫി കളർ എന്തോ ആയിരുന്നു. ആ കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ റിഫ്ലക്ഷൻ ഷെയ്ഡിലോട്ടേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗ്രാഫിക്സ് ഡിസൈൻ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു വർക്ക് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് എവിടുന്ന് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ പിന്നെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴും നമ്മുടെ രണ്ടാമത്തെ ഇന്നത്തെ കണ്ടന്റിലെ രണ്ടാമത്തെ ഒരു ചെറിയൊരു ഉദാഹരണം ആ ഒരു ബാക്ക് ഗ്ലാസ്സിൽ കിടപ്പുണ്ട്. അത് ഞാൻ വയ്യ പറയാം. പിന്നെ ഇതിൻ്റെ മാസീവ് ഒരു യൂണീക്നെസ് എന്ന് പറയുമ്പോൾ സ്പോയിലർ തന്നെയാണ്. ഇത് CPM കമ്മ്യൂണിറ്റിയിൽ ഐ തിങ്ക് കേരള CPM കമ്മ്യൂണിറ്റിയിൽ രണ്ടാമത്തെ പോളാണ് സ്പോയിലർ ചെയ്തിട്ടുള്ളത്. ആ ഒരു പേര് കൊണ്ടുപോയ വണ്ടിയാണ് ഇത്. ഫസ്റ്റ് വണ്ടി ആർക്കേഡ വണ്ടിയായിരുന്നു. അതൊരു ഗ്രീനിഷ് ടച്ച് ആയിരുന്നു, പിസ്താഷോ ആ ഒരു ഗ്രീൻ ആയിരുന്നു, ഒരു ലൈറ്റ് ഗ്രീൻ, ആ ഒരു പിസ്ത പച്ച ആ ഒരു ഷെയ്ഡിൽ തന്നെ ആയിരുന്നു ആ വണ്ടി. അതൊരു കസ്റ്റം ബോഡി കിറ്റ്, വൈറ്റ് ബോഡി കിറ്റ് എല്ലാം ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു. സാധനം ഇപ്പോഴും കിടപ്പുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. അതിപ്പോൾ എക്സാംസൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഓഫ്ലൈനാണ്. അപ്പോൾ ഇതിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ചെയ്തിട്ടുള്ളത്, ഇതിൻ്റെ ലോഗോ സൈഡിൽ നമ്മൾ ലോഗോ എടുത്ത് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മളവിടെ കാർബൺ ഡിപ്പിങ് ചെയ്തിട്ടുണ്ട്. ലോഗോയുടെ ആ ഒരു ഷീൽഡിൽ നമ്മൾ കാർബൺ ഡിപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്ട്രൈപ്പ് പോലത്തെ ഈ ഒരു ഡിസൈനാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡത്തെ ഈ ഒരു ഗ്രാഫിക്സും. പിന്നെ ടോട്ടലി ഡ്രോപ്പ്ഡ് ആണ്. ഇത് ഡെയർ ഒന്നല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു വിശേഷത പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തത് രണ്ടാമത്തെ ആ ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു പ്ലോട്ട് നമ്മൾ മൊത്തത്തിൽ ഫ്രാൻസ് ഏറ്റെടുത്തേക്കുവാണ്. ഫ്രാൻസ് ഏറ്റെടുത്തേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ പണ്ട് മുതലേ നമുക്ക്
ഫ്രാൻസ് തുടങ്ങി ഒരു 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങി തരംഗമാകാൻ തുടങ്ങിയത്. ആ ഒരു ടൈമിൽ നമുക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന ഏലിയൻ ഓട്ടോമോട്ടീവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീം ആയിരുന്നു. അവരായിരുന്നു നമുക്ക് ബാക്ക് സപ്പോർട്ടിന് അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഈ ഏലിയൻ ഓട്ടോമോട്ടീവും ഫ്രാൻസ് കസ്റ്റംസൊക്കെ അത്യാവശ്യം അടിയിലാണ്. അതായത് നമ്മൾ ഒരുപാട് ഏജ്ഡ് ആളുകളൊക്കെ ആയി. നമുക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും പ്രാരാബ്ദം ഇതൊക്കെ ആയപ്പോൾ മെല്ലെ മെല്ലെ നമ്മൾ ചിലർ സ്റ്റോപ്പാക്കി, ചിലർ ടൈം കിട്ടുമ്പോഴൊക്കെയാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഏലിയൻ ഓട്ടോമോട്ടീവും ഫ്രാൻസ് കസ്റ്റംസും കൂടി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലിയൻ ഓട്ടോമോട്ടീവിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നത് ലെവലെക്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റം ഗാരാജാണ്. അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ കീഴിൽ വർക്ക് നടക്കുന്നത് ഒരു ML കോൺസെപ്റ്റ്സും ആണ്. അപ്പോൾ ഈ 2 ഷോപ്പിലും ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ ലെവലെക്സ് പെർഫോമൻസിൽ മെയിൻലി പെർഫോമൻസ് സൈഡും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എം എൽ കോൺസെപ്റ്റ്സിൽ നമ്മൾ മെയിൻലി കൺസേൺ ചെയ്യുന്നത് ക്ലീൻ ബിൽഡാണ്. അതായത് വണ്ടി പക്ക ഒരു സ്റ്റാൻസ് കോൺസെപ്റ്റ് അങ്ങനെയൊക്കെ ആക്കിയാണ്ട് നമ്മൾ കൊടുക്കും. അതായത് എല്ലാ പെർഫെക്ഷൻ ആക്കിയിട്ട് കൊടുക്കും. ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡിപ്പിങ്ങും പിന്നെ അതുപോലെ തന്നെ ക്ലീൻ ബിൽഡും ആണ് ML കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ റെഡിയാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പറയുന്ന ലെവലെക്സും ML കോൺസെപ്റ്റ്സും കൂടി ഇൻക്ലൂഡഡ് ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ ഒരു കാണുന്ന J7 കോൺസെപ്റ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പ്ലോട്ട്. നമ്മൾ ഈ പ്ലോട്ട് മൊത്തത്തിൽ അങ്ങ് മേടിച്ചേക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇനാഗ്രേഷൻ പരിപാടി ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് സത്യം പറയുന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് തുടങ്ങിയിട്ട് കുറേ കാലമായി. നമ്മുടെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റയിൽ പേജ് കാര്യങ്ങളൊക്കെ ചെയ്ത് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ ആരും വർക്കായിട്ട് വരണ്ട. നമ്മൾ ഇനാഗ്രേഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് എടുക്കുന്നുള്ളൂ. നിലവിലിപ്പോൾ നമ്മളെ ഈ ഒരു J7 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ടീമിൽ 15 പേരുണ്ട്. അപ്പോൾ ഈ 15 പേര് അടങ്ങിയിട്ടുള്ളൊരു ഒരു ഗരാജാണ് J7 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലോട്ട്. ഇതിൽ 3 ഷട്ടറാണ് വരുന്നത്. ഫസ്റ്റ് ഷട്ടർ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ആണ് ML കോൺസെപ്റ്റ്സിൻ്റെ. നടുവിലുള്ളത് നമ്മളെ J7ൻ്റെത്. അതിൻ്റെ ആ തലക്കലുള്ളത് ലെവലെക്സ് പെർഫോമൻസിൻ്റെ. അതായത് ലെവലെക്സ് പെർഫോമൻസിൻ്റെ നമ്മൾ മെയിൻലി ട്യൂണിങ് ആണ് ഇവിടെ ആശ്രയിക്കുന്നത്. പക്ഷെ അവിടെ മെയിൻലി ഇതിൻ്റെ ഔട്ട്ലെറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെസേർട്ടിലാണ്. അപ്പോൾ ഡെസേർട്ടിൽ ഔട്ട്ലെറ്റിൽ എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സും കാര്യങ്ങളും പെർഫോമൻസും ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ 3 ഷോറൂമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് 3 എണ്ണം ഒന്നാണ്, ഒറ്റ ഡീലിംഗ് ആണ്. പക്ഷെ 3 ഷോപ്പ് ആയിട്ടാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ ഇത് പെർഫോമൻസ് സൈഡിൻ്റെ ഒരു കൗണ്ടറാണ്. ഇത് ലെവലെക്സ് എന്നുള്ള പേരിലും പിന്നെ അതുപോലെ തന്നെ നടുവിലുള്ള J7 എന്നുള്ള പേരിലും ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് ML കോൺസെപ്റ്റ്സ് എന്നുള്ള പേരിലുമാണ്. ഞങ്ങളങ്ങനെ 3 ഷട്ടർ അങ്ങനെ മേടിച്ചേക്കുവാണ്. ഏകദേശം നമ്മൾ സാധനങ്ങളൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനിയും സാധനം ഒരുപാട് വരാനുണ്ട്. ഇതൊന്നും അല്ല ഗൈസ്, ഇഷ്ടം പോലെ സാധനം വരാനുണ്ട്. നമ്മളിതിന് മുന്നേ സിറ്റിയിൽ നമ്മളൊരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് സ്പേസിൻ്റെ പ്രശ്നം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ 3 കോൺസെപ്റ്റിൽ 3 ഈ ഒരു ഷട്ടർ പിന്നെ അതിന് ശേഷമാണ് എനിക്ക് ഐഡിയ വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കഫേയും കൂടി നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രാൻസിലുള്ളൊരു മെമ്പറാണ് ഇത് നോക്കി നടത്തുന്നത്. ഇതിൻ്റെ പണിയും ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെയൊക്കെ TV എന്തൊക്കെയോ വരാനുണ്ട്. അപ്പോൾ പുള്ളിക്കാരനും അതിൻ്റേതായിട്ടുള്ള ഓട്ടത്തിലാണ്. നേരെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും കോഫി ഷോപ്പിലോട്ടും അതുപോലെ തന്നെ ഈ ഒരു ഗരാജിലേക്കും. പിന്നെ നമ്മൾ ഈ കഫേക്ക് ഇട്ടേക്കുന്ന പേര് കാസ് വിത്ത് ചായ എന്നുള്ള ചായ വിത്ത് കാസ് എന്നുള്ള ഒരു പേരാണ് നമ്മൾ കഫേക്ക് ഇട്ടിട്ടുള്ളത്. അതായത് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഗരാജ് മൊത്തത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അവിടെ നടക്കുന്ന വർക്ക് കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്ലോട്ട് നമ്മൾ മൊത്തത്തിൽ മേടിച്ചേക്കുവാണ്. ഇനി ഇനാഗ്രേഷൻ്റെ വീഡിയോ ഒക്കെ വരുമെന്ന് ഞാൻ വിചാരിക്കണം ഇൻഷാ അള്ളാ. നമ്മൾ 6-ാം തീയതി 5-ാം തീയതി ആ ഒരു രീതിയിലാണ് പരിപാടി ഇപ്പോൾ മേലിങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത്. കൺഫേം ചെയ്തിട്ടില്ല. എല്ലാവരും ടൈം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇനാഗ്രേഷൻ വെക്കുന്നുള്ളൂ. ഇപ്പം അത്യാവശ്യത്തിലേറെ നമുക്ക് വർക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും ചിലവർ ഡീമിൽ വന്ന് റിക്വസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും നമ്മൾ റിപ്ലൈ കൊടുക്കും. നമ്മൾ ഇതിൻ്റെയൊക്കെ കുറച്ച് ഓട്ടത്തിലായതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ തന്നെ നമുക്ക് 6 പേരാണ് നമ്മൾ ഹയർ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ അതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ളൊരു വലിയൊരു ടീം തന്നെയാണ് J7 കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഗരാജ്. അപ്പോൾ ഇതിൽ നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കണം ഗൈസ്.
അപ്പോൾ നമ്മൾ മെയിൻലി ഇതിൽ ചെയ്യുന്നത് ഗെയിം മണി വർക്കും റിയൽ മണി വർക്കും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഗെയിം മണി വർക്ക് ആശ്രയിച്ച് ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് മുതലാക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിൽ എന്താ ലിമിറ്റേഷൻ ഇല്ലാതെ പിന്നെ വണ്ടി ഇങ്ങനെ ഡിസൈനുമായിട്ട് വരുമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓരോ ഡിസൈൻസൊക്കെ നമ്മൾ ഗെയിം മണിക്ക് ചെയ്ത് കൊടുത്തായിരുന്നു. ഇനി നമ്മൾ പക്കാ വെൽ പ്ലാൻഡ് ആക്കിയിട്ട് നമ്മൾ എല്ലാം സെറ്റ് ആക്കിയിട്ട് നമ്മൾ 6-ാം തീയതിയോ 5-ാം തീയതിയോ നമ്മൾ ഡേറ്റിൽ ഫിക്സ് ആക്കിയിട്ട് നമ്മൾ ഓപ്പണിങ് നടത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഓക്കെ, ഇത്ര തന്നെ ഉള്ളൂ. നമ്മുടെ വണ്ടിയും കണ്ടെന്ന് വിശ്വസിക്കുന്നത്. പിന്നെ BMൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കുറച്ച് വണ്ടികൾ വേറെ ഉണ്ട്. അപ്പോൾ ഗൈസ് എല്ലാത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ പണി നടക്കണം. ദെൻ ഗൈസ് ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്, ബൈ ബൈ.